ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന് ആ പ്രോഗ്രാമിന് അനുസൃതമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അനിവാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. വിൻഡോസ്, ലിനക്സ് എന്നെല്ലാം പറയുന്നത് പോലെ ഇത്തരത്തിൽ തന്നെയാണ് ഉപബോധ മനസ്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് എന്തും നേടുവാനുള്ള ആഗ്രഹം തന്നെയാണ്. അപ്പോൾ ഈ ആഗ്രഹത്തെ, ഈ ഉപബോധ മനസ്സിനെ ചലിപ്പിച്ചെടുക്കണമെങ്കിൽ അതിന് അനുഗുണമായിട്ടുള്ള വിശ്വാസം വളരെ അനിവാര്യം തന്നെയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായേക്കാം. പക്ഷേ അതിൽ വളരെ സ്പഷ്ടവും പൂർണ്ണവും സുവ്യക്തവുമായ ആഗ്രഹമാണെങ്കിൽ അവന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക ടെസ്റ്റിൽ മിഡിൽ ബാറ്റ്സ്മാനായിട്ട് നിന്നുകൊണ്ട് അവന് മത്സരത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആഗ്രഹം തന്നെയാണ് വ്യക്തവും സുവ്യക്തവും പൂർണ്ണവുമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് പോലെ തന്നെ ഉപബോധ മനസ്സിനെ ഇത്തരത്തിലുള്ള സ്പഷ്ടവും പൂർണ്ണവുമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് നമുക്ക് ചലിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യണം. എങ്കിലും ഇത്തരത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് മാത്രം ഒരു കമ്പ്യൂട്ടർ പ്രവർത്തന യോഗ്യമാകുകയില്ല എന്ന് നമുക്ക് വളരെ നന്നായിട്ടറിയാം. വൈദ്യുതി അനിവാര്യം തന്നെയാണ്. അപ്പോൾ ഈ വൈദ്യുതി തന്നെയാണ് ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത്. ലക്ഷ്യം നേടുമെന്നുള്ള പൂർണ്ണമായ ഉറച്ച വിശ്വാസം. ഈ വിശ്വാസം നൽകുന്ന ഊർജത്തിലൂടെ പ്രപഞ്ചശക്തി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ തീർച്ചയായിട്ടും ഉപബോധ മനസ്സിനെ ചലിപ്പിച്ചെടുത്ത് ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കുക തന്നെ ചെയ്യാം.